തൃശൂർ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴ കയ്യേറിയും പാടം നികത്തിയും ബോട്ട് ക്ലബിന്റെ അനധികൃത പ്രവർത്തനം. നില ബോട്ട് ക്ലബ് എന്ന സ്ഥാപനത്തിനെതിരെ പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നു. റവന്യൂ, ഇറിഗേഷൻ, കൃഷി വകുപ്പുകൾ അനുമതി നിഷേധിച്ചിട്ടും ക്ലബ്ബ് പ്രവർത്തനം തുടരുകയാണെന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നും പരാതിക്കാർ ആരോപിക്കുന്നു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. പാലക്കാട് ഷൊർണൂർ നഗരസഭയുടെയും തൃശൂർ വെള്ളത്തോൾ നഗർ പഞ്ചായത്തിൻ്റെയും അതിർത്തിയിൽ ഭാരതപ്പുഴ കയ്യേറിയും നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തിയുമാണ് നിള ബോട്ട് ക്ലബിന്റെ പ്രവർത്തനം. പാഞ്ഞാൾ സ്വദേശി ശിവശങ്കരൻ നായരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ബോട്ട് ക്ലബിനായി 2 ഏക്കർ 27 സെന്റ് നെൽവയലും റവന്യൂ പുറമ്പോക്കും തോടും നികത്തിയെടുത്തു. ഭാരതപ്പുഴ കയ്യേറി നിർമ്മിച്ച ഹോട്ടലിനും കുട്ടികളുടെ പാർക്കിനും പഞ്ചായത്തിൻ്റെയോ ടൂറിസം വകുപ്പിൻ്റെയോ അനുമതിയില്ല. പുഴ കയ്യേറി ജണ്ട കെട്ടിത്തിരിച്ച് നടത്തുന്ന അനധികൃത ബോട്ട് സർവീസ് ഇറിഗേഷൻ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോയി നൽകിയിട്ടുണ്ട്. യാതൊരു സർക്കാർ അനുമതികളും ഇല്ലാതിരുന്നിട്ടും കഴിഞ്ഞ 5 മാസത്തിലേറെയായി നിള ബോട്ട് ക്ലബിന്റെ നിയമലംഘനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഷൊർണൂർ നഗരസഭ കൗൺസിൽ യോഗം നടന്നപ്പോൾ ചെയർമാൻ്റെ അനുമതിയോടുകൂടി കൗൺസിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഷൊർണൂർ നഗരസഭ ചെയർമാൻ ഉടൻ തന്നെ നഗരസഭാ സെക്രട്ടറിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ എയും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. എന്തായാലും ഇത് നഗരസഭയ്ക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. കാരണം ഈ സ്ഥാപനത്തിന് നഗരസഭാ ലൈസൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഇനി ഇതിൽ പരിശോധിക്കേണ്ടത്. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് അധികൃതരുടെ അറിവോടെ നടക്കുന്ന അനധികൃത നിലം നികത്തലിനും ബോട്ട് ക്ലബ് പ്രവർത്തനത്തിനും വില്ലേജ് ഓഫീസർ 2 വട്ടമാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. കൃഷിവകുപ്പ് അന്വേഷണം നടത്തി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അട്ടിമറിച്ചതായും കണ്ടെത്തി. നിലവിൽ താൽക്കാലിക കെട്ടിടം നിർമ്മിച്ച് ബോട്ട് ക്ലബ് എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ഇവിടെ റിസോർട്ട് നിർമ്മാണം നടക്കുന്നുവെന്നാണ് ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും ആരോപിക്കുന്നത്. ഇത് പഞ്ചായത്ത് മുതൽ തഹസിൽദാർ മുതൽ കളക്ടർ മുതൽ എല്ലാവരും ഇതിനെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തെക്ക് വന്ന് ഈ വടക്കോട്ടേക്ക് ഒഴുകി ഭാരതപ്പുഴയിൽ ലയിക്കുന്ന ഒരു വെള്ളത്തോടുണ്ട്. ആ തോട് വരെ കയ്യേറി നശിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഷൊർണൂർ ചെറുതുരുത്തി മേഖലയിലെ 10,000-കണക്കിന് ജനങ്ങൾ കുടിവെള്ളത്തിനായി പ്രധാനമായും ആശ്രയിക്കുന്നത് ഭാരതപ്പുഴയെയാണ്. നിരവധി കുടിവെള്ള പദ്ധതികൾ പുഴയെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ഈ സാഹചര്യത്തിൽ പുഴവെള്ളം പൂർണ്ണമായും മലിനമാക്കും വിധമാണ് നിള ബോട്ട് ക്ലബ് നടത്തുന്ന അനധികൃത ബോട്ട് സർവീസ് എന്നും ആരോപണമുണ്ട്. സ്വാഭാവികമായിട്ടും നിള ബോട്ട് ക്ലബിൻ്റെ ബോട്ട് അവിടെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലയിലുള്ള പാരിസ്ഥിതിക മലിനീകരണം ഉണ്ടെങ്കിൽ, മാത്രമല്ല അനധികൃതമാണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് കർശനമായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുക. ഏറ്റവും പ്രധാനം നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളം തന്നെയാണ്. അത് മുട്ടിക്കുന്ന നിലയിൽ പരിസ്ഥിതി പ്രശ്നം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ശക്തമായ നടപടി സ്വീകരിക്കും. നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ബോട്ട് ക്ലബിനെതിരെ മുഖ്യമന്ത്രിക്കും വിവിധ മന്ത്രിമാർക്കും തൃശൂർ ജില്ലാ കളക്ടർക്കും ജനപ്രതിനിധികൾക്കും ഉൾപ്പെടെ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി തല്ലപ്പള്ളി താലൂക്ക് ഓഫീസർ നിയമലംഘനങ്ങൾ വ്യക്തമാക്കി റിപ്പോർട്ടും കൈമാറി. എന്നിട്ടും നിള ബോട്ട് ക്ലബിന്റെ പ്രവർത്തനം നിർത്തിവെക്കാത്തതിന് പിന്നിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ സഹായവും ബോട്ട് ക്ലബ് ഉടമയുടെ ഉന്നത സ്വാധീനവുമാണ് എന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ അട്ടിമറിച്ചും നിയമലംഘനങ്ങൾ നടത്തിയുമാണ് നിള ബോട്ട് ക്ലബിന്റെ പ്രവർത്തനം. നിയമലംഘനങ്ങൾ കണ്ടെത്തിയതോടുകൂടി അധികൃതർ പലവട്ടം സ്റ്റോപ്പ് മെമ്മോ നൽകി. എന്നിട്ടും ഈ അനധികൃത സംവിധാനത്തിന്റെ പ്രവർത്തനം തുടരുന്നത് ആരുടെയെല്ലാം സഹായത്തോടുകൂടിയാണ്. ഒത്താശ ചെയ്യുന്ന ഓരോരുത്തരും ഭാരതപ്പുഴയെയും അതിനോട് ചേർന്ന പരിസ്ഥിതിയെയുമാണ് ഇല്ലാതാക്കാൻ കൂട്ടുനിൽക്കുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.